CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുണ്ട മാഫിയ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. AD 52 വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലേക്ക് വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഞായറാഴ്ച ഗുരുവായൂരിലെ ഗതാഗത സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി NK അക്ബർ MLA അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ പാതയോരത്തെ കൈവരിയിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. വളയംകുളം സ്വദേശി മമസ്രായിൽ നസീഫിനാണ് പരിക്കേറ്റത്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അർഹമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനുവേണ്ട സുപ്രധാന രേഖയായ UD ID കാർഡ് മണലൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കാൻ നടപടിയാകുന്നു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും മണ്ഡലം തല യോഗത്തിലാണ് തീരുമാനമെടുത്തത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വെള്ളർക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിനിൽ പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് പുതുക്കി നൽകുകയും വിവിധ പാർട്ടികളിൽ നിന്നും BJPയിൽ ചേർന്നവരെ സ്വീകരിക്കുകയും പ്രായമായവർക്ക് ഓണപ്പുടവ നൽകുകയും ചെയ്തു. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിലുള്ള സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിനായക ചതുർത്ഥി ദിനമായ ചിത്തിരനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ താമരയിലിരിക്കുന്ന ഗണപതിയുടെ പൂക്കളം ശ്രദ്ധേയമായി. നീ വരും നേരം തിരുവോണം എന്ന പേരിൽ ഓണപ്പാട്ടിന്റെ പ്രകാശനം നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വരുമാനം ചികിത്സാ സഹായമായി നൽകും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രസിദ്ധമായ 8 നോമ്പ് റാസ ശനിയാഴ്ച നടക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന്റെ ഭാഗമായി ഇടവക മർത്താമറിയം വനിതാ സമാജം അംഗങ്ങൾ ഗാന ശുശ്രൂഷ സമർപ്പണം നടത്തി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ദൈവമാതാവിന്റെ ജനന തിരുനാളിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഞായറാഴ്ച മുതൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. സംസ്ഥാന സർക്കാരിന്റെ പോഷക സമൃദ്ധി മിഷൻ ന്യൂട്രീഷൻ വാരാചരണത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ന്യൂട്രീഷൻ കിറ്റ് വിതരണം നടത്തി. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയും ജീവിത ഉദ്ദേശലക്ഷ്യങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ പുണ്യ നബി ജന്മമെടുത്ത റബി ഉൽ അവൽ മാസത്തിൽ പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇദേ മിലാദ് റബി ക്യാമ്പയിൻ തുടക്കമായി. ചെറുവത്താണി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി. മൂക്കുതല ചിത്രനമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് ജീവദ്യുതി എന്ന പേരിൽ സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്തിലെ നിർധന കുടുംബത്തിനായി സലാല KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി ധനസഹായം കൈമാറി. കുന്നംകുളം പിസാറ്റ് കോളേജിൽ 2024 ഫ്രഷേഴ്സ് ഡേ ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.